കാലം ചുവരെഴുത്തുകൾക്കായി തിരഞ്ഞെടുക്കാറുള്ള ഇടം പൊതു ടോയ്ലറ്റുകളുടെ ചുവരുകളാണ്. കണ്ടാലറയ്ക്കുന്ന വരിയും വരയും കുറിച്ചിടുന്ന ശരാശരി മലയാളിക്ക് പാഠഭേദമാണ് കേരളവർമ്മ. വടുക്കൾ വീണ ശരീരത്തിലെ മായാത്ത മുദ്ര കണക്കെ ഈ അടയാളവാക്യങ്ങൾ ബാക്കി നിൽക്കുകയാണിവിടെ. പായലിനും പൂപ്പലിനും പെയിന്റിനും കാലത്തിനും മായ്ക്കാനാകാത്ത രേഖാചിത്രങ്ങൾ കണക്കെ. വരാന്തയിലും ക്ലാസ് മുറിയിലും കോണിപ്പടിയിലും ഓഫീസ് മുറിയിലുമെല്ലാം തെളിഞ്ഞുകിടക്കുന്ന ഈ കുറിപ്പുകളിൽ കേരളവർമ്മയുടെ ആത്മാവുണ്ട്. നവാഗതരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, എന്തിനാണ് ചുവരുകളിലെല്ലാം പ്രണയത്തെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും എഴുതി നിറച്ചിരിക്കുന്നത്? സുഹൃത്തെ, ഇത് കേരളവർമ്മയാണെന്ന് പറഞ്ഞു വെക്കുന്ന ഈ കുറിപ്പിൽ ഈ കലാലയത്തിന്റെ സംസ്കാരം സ്പന്ദിക്കുന്നുണ്ട്. വെറും കാൽപ്പനിക വിഭ്രാന്തികളോ അശ്ലീലമോ ദ്വയാർത്ഥ പ്രയോഗമോ ഈ ചുവരെഴുത്തുകളിൽ നിങ്ങൾക്ക് കാണാനാകില്ല എന്നതാണ് ഇതിന്റെ സവിശേഷത. കാഫ്കയും നിരൂതയും ഓയിൻവിയും വയലാറും മുതൽ കേരളവർമ്മയിലെ പേരറിയ കവികളായ നിരവധി കവിഹൃദയങ്ങൾ തങ്ങളുടെ ഹൃദയരക്തം ഈ അക്ഷരക്കൂട്ടുകളിൽ ചാലിച്ചിട്ടുണ്ട്. നീയന്റെ കുടക്കീഴിൽ നിന്നും ഇറങ്ങി നിന്നപ്പോഴാണ് ആലിപ്പഴങ്ങളെല്ലാം കനൽ വർഷങ്ങളായത് എന്ന വരികളിൽ പ്രണയവും പ്രണയഭംഗവുമെല്ലാം വേദനയായി നിറഞ്ഞു പെയ്യുന്നുണ്ട്. കാമുകിയുടെ മനസ്സിലേക്കും പിന്നീട് ശരീരത്തിലേക്കും എൻട്രി നേടാനുള്ള പാസ്വേഡാണ് പ്രണയമെന്ന് കരുതുകയും അത്തരം കാഴ്ചപ്പാടുകളുമായി പ്രണയദിനം ആഘോഷിക്കുന്നവർക്കുമിടയിൽ കേരളവർമ്മ പറയുന്നു, ഇത് ഈ കലാലയത്തിന്റെ വ്യക്തിത്വം. പുറത്തുനിന്നും നോക്കുന്നവർക്കിത് മനം പുരട്ടുന്ന കാഴ്ചയായിരിക്കും. പക്ഷേ ഇവിടെ പഠിക്കുന്നവരുടെയും പടിയിറങ്ങിയവരുടെയും തീപിടിച്ച വികാരമാണിത്. പ്രണയത്തേക്കാൾ ഈ വാക്കുകൾക്ക് വിപ്ലവത്തിന്റെ കനൽ ചൂടാണുള്ളത്. മനസ്സിൽ വിപ്ലവമുള്ളവനെ ആത്മാർത്ഥമായി പ്രണയിക്കാനാകൂ എന്ന സത്യം ഈ തീപിടിച്ച വാക്കുകളുടെ വെട്ടത്തിൽ നിന്നും തിരിച്ചറിയാനാകും. തല നരച്ചതല്ലൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ്റെ യുവത്വം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുന്നിൽ തല കുനിക്കാത്തതാണ് നിത്യയൗവനം. മുദ്രാവാക്യങ്ങൾ കണക്കെ, കഥ പറയുന്ന കവിത കണക്കെ ഈ ചുവരെഴുത്തുകളിൽ സമരതീഷ്ണതയുടെ പടപ്പാട്ടുകളുണ്ട്. സമരം ഓർമ്മപ്പെടുത്തലാണ്. വിശക്കാത്തവന് ചുറ്റും വിശക്കുന്നവൻ്റെ നിലവിളികളുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. പറഞ്ഞു പഠിപ്പിച്ച കഥകളും കവിതകളുമല്ല, തിരിച്ചറിവിൻ്റെ പാഠങ്ങളാണ് ഞങ്ങളെ ഞങ്ങളാക്കിയതെന്ന 4 വരികൾ കൊണ്ട് ഈ കലാലയത്തിൻ്റെ പ്രബുദ്ധതയെ അടയാളപ്പെടുത്താം. മനസ്സത്രമേൽ ഈ കലാലയത്തോട് ചേർത്തണച്ചവരുടെ വിടവാങ്ങലിൻ്റെ വേദനയും ഗദ്ഗതവും ഈ അക്ഷരങ്ങളിൽ ഉറഞ്ഞുകിടപ്പുണ്ട്. പേടിച്ചരണ്ടന്നിൻ പേടമാൻ കണ്ണുകൾ തേടുവതാരെയെന്നറിവു ഞാൻ, മാരനെയല്ല മണവാളനെയല്ല മാനം കാക്കുന്നൊരാങ്ങളയെ എന്നു കുറിക്കുന്ന കേരളവർമ്മ ആങ്ങളമാരുടെ കുലത്തിനെ, വംശം നാശം സംഭവിക്കുന്ന പുതിയ കാലത്തിനെ ഒരു ബദൽ സംസ്കാരത്തിൻ്റെ ജനിതക ഗുണം പങ്കുവയ്ക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഉശിരുള്ള വാക്കുകൾ ഒരു കലാലയത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്, ആത്മവിലാപമാണ്. കാലമെത്ര അമർത്തി തുടച്ചാലും മായ്ക്കാനാകാത്ത വിധം ഹൃദയാക്ഷരങ്ങൾ ചാലിച്ച ഓട്ടോഗ്രാഫാണ്. ലാൽ സലാം. ജിയോ സണ്ണി, ടീം TCV.